ബേസിക് സ്കിൽസ് ആൻഡ് തിങ്സ് യു നീഡ് ടു സ്റ്റാർട്ട് കണ്ടന്റ് ക്രിയേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 30 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിന്റെ 4ാമത്തെ ദിവസമാണെന്ന്. നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും നമ്മൾ ആ ഒരു ഓർഡറിലാണ് ഈ ഒരു ചലഞ്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് തിങ്സും കുറച്ച് സ്കിൽസും ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഡീസെന്റ് ക്വാളിറ്റി വിഷ്വൽസ് തരാൻ പറ്റുന്ന ഒരു ക്യാമറ ഫോണാണ്. അത് പൊട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. ഡീസെന്റ് ക്വാളിറ്റി എന്ന് ഞാൻ മെൻഷൻ ചെയ്യാൻ കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോണായാലും, അതിപ്പോൾ ചിലപ്പോൾ ഐഫോൺ വേണം, ചിലപ്പോൾ സാംസങ് വേണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോണായാലും ഒരു ഡീസെന്റ് ക്വാളിറ്റി ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു ഫോണിൽ നമുക്ക് കണ്ടന്റ് ചെയ്ത് തുടങ്ങാം. ക്യാമറയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാൻ കാരണം നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് വീഡിയോസോ അല്ലെങ്കിൽ AI ജനറേറ്റ് വീഡിയോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വോയിസ് ഓവർ കൊടുത്ത് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ വിഷ്വൽസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് അതിന് വോയിസ് ഓവർ കൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ ലൈവായി സംസാരിച്ചോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതാണ് കുറച്ചും കൂടി ഇമ്പാക്ട് നമുക്ക് തരുന്നത്. ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനായാലും ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ആണ്. ക്യാമറ ഷൈ ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാവും, അവർക്ക് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ അവരുടെ ആക്ടിവിറ്റീസ്, അവർ കണ്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഷൂട്ട് ചെയ്തിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനായാലും നമ്മുടെ ഫോണിലൊക്കെ ഒരു വോയിസ് റെക്കോർഡർ ഉണ്ടായിരിക്കും, അതിലൊരു ഡീസെന്റ് ക്വാളിറ്റി വോയിസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ Day 1 മുതലുള്ള വീഡിയോസ് കാണുക. എന്നിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം.